അലർജി, തുമ്മൽ, സൈനസൈറ്റിസ് ഇത് ഫേസ് ചെയ്യാത്തവർ വളരെ കുറവാണ്. ഇത്തരത്തിൽ അലർജി, തുമ്മൽ, സൈനസൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുമാറില്ലെന്നും ജീവിതകാലം മുഴുവനും മരുന്നെടുക്കണം എന്നുമാണ് സാധാരണ പറയപ്പെടുന്നത്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ജീവിതശൈലി ക്രമീകരിച്ചുകൊണ്ടും സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ടും മാറ്റാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. ഞാൻ ഡോക്ടർ അമിന, നിരാല നാച്ചുറൽ കെയർ സെൻ്ററിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. കുഞ്ഞു കുട്ടികളിൽ മുതൽ വലിയ ആളുകളിൽ വരെ കണ്ടുവരുന്ന ഒന്നാണ് അലർജി എന്ന് പറയുന്നത്. മാത്രമല്ല, അലർജി വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തന്നെ നശിക്കാറുണ്ട്. എപ്പോഴും അതിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. തുമ്മലാണെങ്കിൽ എപ്പോഴും തുമ്മിക്കൊണ്ടിരിക്കുക. രാവിലെ സമയങ്ങളിലൊക്കെ ഈ തുമ്മൽ കാരണം പിന്നീട് തലവേദന വരെ വരാറുണ്ട്. ചില ആളുകൾക്ക് തുമ്മിയിട്ട് അതുപോലെ തന്നെ ചുമച്ചിട്ടുമൊക്കെ ശ്വാസം കിട്ടാതെ അത് വലിയൊരു അത്യാഹിതം പോലെയൊക്കെ വരാറുണ്ട്. ചൊറിച്ചിലിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് തടിച്ച് പൊങ്ങി ഈവൻ ബ്ലഡിലെ ഒരു ഫങ്ഷനെയൊക്കെ ബാധിച്ച് ഷോക്കിലേക്ക് വരെ പോകാറുണ്ട്. അപ്പോൾ ഇത്തരം അലർജി കൺട്രോൾ ആക്കി വെക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അലർജി സാധാരണയായിട്ട് കാണാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്നതാണ്. ഇമ്മ്യൂണിറ്റി കുറയാനായിട്ട് ഇപ്പോൾ കൊറോണ പോലുള്ള ഇൻഫെക്ഷൻസ്, എന്തെങ്കിലുമൊക്കെ വൈറൽ ഫീവേഴ്സ് ഒക്കെ വന്നിട്ട് ഒരുപാട് മരുന്ന് എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ കുറച്ച് എഫക്റ്റീവായിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ വന്നു പോയിട്ട് അതിനെ കാര്യമായ രീതിയിൽ അതിൻ്റെ ഡീടോക്സിഫിക്കേഷൻസ് ബോഡിയിൽ ചെയ്യാതെ ഇരിക്കുക. ഇത്തരം കാര്യങ്ങൾ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ കീമോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ്, എന്തെങ്കിലുമൊക്കെ സർജറികൾ ചെയ്തതിന് ശേഷമൊക്കെ ഇമ്മ്യൂണിറ്റി വല്ലാണ്ട് കുറഞ്ഞു പോകാറുണ്ട്. ഇതുപോലെ തന്നെ ഒരാൾ ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ചും ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരാറുണ്ട്. ഇപ്പോൾ അബ്രോഡൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കുറയാറുണ്ട്. അവരൊട്ടും തന്നെ ഈ ഒരു അലർജൻസുമായിട്ട് ബന്ധം വരാതെ ഒരുപാട് നാൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ബോഡി പിന്നീട് അലർജൻസിനെ കാണുമ്പോൾ പെട്ടെന്ന് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ ആ ഒരു അബ്രോഡൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് അലർജീസ് കൂടുതലായിട്ട് വരാറുണ്ട്. അവർക്ക് ആ ഒരു സ്ഥലത്ത് മാത്രമേ പിന്നെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുള്ളൂ. ആ അറ്റ്മോസ്ഫിയർ വിട്ട് അവർ വെളിയിലേക്ക് വന്ന് മറ്റുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാതെ വരാം. കൂടുതലായിട്ടും പ്രവാസികളായിട്ടുള്ള കുട്ടികൾ ഈ ഒരു ഹോട്ട് ഡോഗ്, സോസേജ്, ഫ്രോസൺ ഫുഡ് ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് കാരണം അവരുടെ ശരീരത്ത് കൂടുതലായിട്ടും ടോക്സിൻസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരാം. ഇതുകൂടാതെ ഹെറിഡിറ്ററി ആയിട്ടും ഇമ്മ്യൂണിറ്റി കുറവും അതുപോലെ അലർജി ഉള്ള ഒരു സാഹചര്യം വരാറുണ്ട്. അതുപോലെ തന്നെ മൂക്കിൽ വളരുന്ന ദശ, സ്വന്തം ബോഡി തന്നെ സ്വന്തം ബോഡിയുടെ പല പാഷനെയും ഒരു ഫോറിൻ ബോഡി ആയിട്ട് കണ്ട് അതൊരു അലർജിക് റിയാക്ഷനായിട്ട് മാറുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. കൂടാതെ വൈറ്റമിൻ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഇമ്മ്യൂണിറ്റി കുറഞ്ഞും ഇത്തരത്തിൽ അലർജീസ് ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിൽ അലർജി ഉള്ള ആളുകൾ എപ്പോഴും ലതാർജിക്കാവുക, അവർക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം വരിക, മൂക്കിനും കണ്ണിനും ഒക്കെ ചൊറിച്ചിൽ വരിക, തൊണ്ട കാറുന്ന ഒരു പ്രവണത ഉണ്ടാവുക, തുമ്മൽ, ശരീരം തടിച്ചു പൊങ്ങുക, ചില ഫുഡുകൾ കഴിക്കുമ്പോൾ ശരീരം തടിച്ചു പൊങ്ങുക, ഇത്തരത്തിലുള്ള സിംറ്റംസ് ആണ് കാണിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈസ്നോഫിൽസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ IgE ഫാക്ടറും ഇത്തരം ആളുകളിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇത്തരത്തിലുണ്ടാകുന്ന അലർജിയെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയാം. കാര്യം ഭക്ഷണം ഒരു ഫോറിൻ മാറ്ററാണ്, ഉള്ളിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഫോറിൻ മാറ്ററാണ് ഭക്ഷണം എന്ന് പറയുന്നത്. അതിൽ തന്നെ പാല്, മൈദ, ഗോതമ്പ്, അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ, ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് വരുന്നത്. ചില ആളുകൾക്ക് എരിവും അതുപോലെ തന്നെ തണുപ്പും ട്രിഗറിങ് ആയിട്ടുള്ള തണുപ്പുള്ള ഭക്ഷണവും ട്രിഗറിങ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അലർജി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ ഒഴിവാക്കുക. ഇനി അടുത്തത് ട്രിഗറിങ് വരാൻ സാധ്യതയുള്ള കുറച്ച് സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചെയ്തു വരുന്ന കുറച്ച് ശീലങ്ങളുമാണ്. ഇപ്പോൾ സാഹചര്യം എന്ന് പറയുമ്പോൾ റൂമിൽ AC ഉണ്ടെങ്കിൽ ചിലർക്കത് ട്രിഗർ ആയിരിക്കും. ഇനി AC കുഴപ്പമില്ലാത്തവരുണ്ടാവും. എന്നാൽ ചിലപ്പോൾ ഫാൻ ആ ഒരു കാറ്റടിക്കുന്നത് ട്രിഗർ ആവുന്ന ആളുകളുണ്ടാവും. ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അതിനകത്തുനിന്ന് വരുന്ന ആ ഒരു ഈർപ്പം നിന്നിട്ട് അതിൽ വരുന്ന ഫംഗസൊക്കെ അലർജിക്കായിട്ട് മാറുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്സ് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അന്ന് പൊടി വരുന്ന ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ഫർ ഇങ്ങനെ പറഞ്ഞു പോരുന്ന ബ്ലാങ്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിന് അലർജി ഉള്ള ആളുകളുണ്ടാവും. ഇനി നമ്മൾ ചെയ്തു വരുന്ന അലർജി ട്രിഗർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വിയർപ്പോട് കൂടി കുളിക്കുന്നത്. ഇപ്പം എക്സസൈസ് ചെയ്തിട്ട് അപ്പോഴേ കുളിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ട് വിയർപ്പോട് കൂടി കുളിക്കുന്നത്, അതൊന്ന് താഴ്ന്ന് പോവാതെ പെട്ടെന്ന് കുളിക്കുന്നത്. അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ ഒത്തിരി ലേറ്റായിട്ട് കുളിക്കുന്നതും ഇത്തരത്തിൽ അലർജി ഉണ്ടാക്കാനായിട്ട് കാരണമാവും. അതുപോലെ തന്നെ
തലയിൽ നിറച്ചും എണ്ണയൊക്കെ വെച്ചിട്ട് അത് കുളിക്കുന്നത്. ആ ഒരു എണ്ണ തങ്ങി നിന്ന് അതിൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് അലർജി ആയിട്ട് മാറുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള അലർജി ഒഴിവാക്കാനായിട്ട് ഈ ട്രിഗേഴ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതിനെല്ലാം മുന്നേ ഈ ട്രിഗേഴ്സിനേക്കാളുപരി ദശയുടെ വളർച്ചയാണെങ്കിൽ അതിനെ പരിഹരിക്കുക. ഇനി വേറെ എന്തെങ്കിലും നമ്മുടെ ഓർഗൻ തന്നെ, നമ്മുടെ ബോഡിയിലുള്ള എന്തിനെങ്കിലും എതിരായിട്ടാണ് ഈ ഒരു അലർജി റിയാക്ഷൻ ഉണ്ടാവുന്നത്, എന്നിട്ടാണ് IgEയും ഈസ്നോഫിലൊക്കെ കൂടുന്നത്, വേദന അല്ലെങ്കിൽ തുമ്മൽ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫാക്ടർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതലായിട്ടും ഇത് മൂക്കിൽ വരുന്ന പോളിപ്പ് അല്ലെങ്കിൽ ദശയ്ക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അലർജിയുടെ. ഇത്തരത്തിലുള്ള അലർജി മാറാനായിട്ടുള്ള കുറച്ച് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം തന്നെ സ്റ്റീം ഇൻഹലേഷനെ കുറിച്ച് പറയാം. ചില ആളുകൾക്ക് സ്റ്റീം ഇൻഹലേഷൻ അതൊരു വർക്കിംഗ് ആയിട്ട് വരത്തില്ല. അവർക്ക് ആ സ്റ്റീം എടുക്കുമ്പോൾ തന്നെ ഒരുപാട് തുമ്മുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അവർക്കത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർ തുമ്മുന്നത്. ഈ ഒരു തുമ്മൽ ഒരുപാട് കൂടുതലായിരിക്കും, അവർക്കത് തീരെ പറ്റില്ല. അപ്പോൾ അത്തരം ആളുകൾ അത് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ശ്വാസം മുട്ട് ഉള്ള അതുകൊണ്ട് ചുമക്കുന്ന ആളുകളാണെങ്കിലും ഇത്തരത്തിൽ സ്റ്റീം എടുക്കേണ്ട കാര്യമില്ല. സ്റ്റീം എടുക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫേഷ്യൽ ക്യാവിറ്റിയിലൊക്കെ കൂടുതലായിട്ടും ആ ഒരു ഫ്ലൂയിഡ് തങ്ങി നിന്ന്, നമുക്ക് പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടായ ഫ്ലൂയിഡ് തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉരുകിയിട്ട് വായിലെ ഇതിലൂടെ പുറത്തേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ചീറ്റിയൊക്കെ നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് ആ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന, ഉരുകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് പച്ചമഞ്ഞളും കല്ലുപ്പും പപ്പായയുടെ ഇലയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് നിങ്ങളത് സ്റ്റീം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഫെക്ഷനും ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ പെട്ടെന്ന് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു നേസൽ പാസേജിൻ്റെ മൂക്ക് മുതൽ ലങ്സ് വരെയുള്ള ആ ഒരു പാസേജിൻ്റെ ഒക്കെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് നസ്യവും ധൂമവും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. യോഗയിലാണെങ്കിൽ ക്രിയയിൽ വരുന്ന സൂത്രനേതി, ജലനേതി, വസ്ത്ര ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ലങ് ഏരിയ, അതായത് ഈ ഒരു ശ്വസന വ്യവസ്ഥയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള അലർജികളാണ് ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒത്തിരി തുമ്മൽ, എപ്പോഴും ബുദ്ധിമുട്ടുകൾ അങ്ങനെയുണ്ട്. അത് ഒരുപാട് ക്രോണിക്കായി പോയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മാറും. ഇനി ക്രോണിക്കാണ് ഒത്തിരി കാലമായെങ്കിൽ കൂടി അത് ക്രമേണ മാറിക്കിട്ടും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സൂത്രനേതി, ജലനേതി, വസ്ത്രനേതി അത് ഗൈഡൻസോടു കൂടി തന്നെ ചെയ്യണം. അപ്പോൾ ഇത്തരം പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ജലനേതി ആണെങ്കിൽ ഒരു മൂക്കിലൂടെ വാം വാട്ടർ മറുമൂക്കിലൂടെ പുറത്തേക്ക് പോകുന്നതും, സൂത്രനേതി ആണെങ്കിൽ അതൊരു ചെറിയ നേരിയ ട്യൂബ് നിങ്ങളുടെ നേസൽ ഒരു ഹോളിലൂടെ എടുത്ത് ത്രോട്ടിലുള്ള ഹോളിലൂടെ പുറത്തേക്ക് എടുത്ത് അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇനി വസ്ത്രയാണെങ്കിൽ നമ്മൾ ഇത് ഉള്ളിലേക്ക്, സ്റ്റൊമക്കിലേക്ക്, ആമാശയത്തിലേക്കൊരു വസ്ത്ര എന്ന് പറയുന്ന ഒരു ചെറിയൊരു കോട്ടൺ ക്ലോത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ ലങ്സിലൊക്കെയുള്ള ആ ഒരു ഫ്ലൂയിഡൊക്കെയാണ് പുറത്തു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 ക്രിയ ചെയ്യുന്നതിലൂടെ നമുക്ക് ഓൾ ഓവർ ശ്വസന വ്യവസ്ഥയെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഗൈഡൻസോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ കമ്മിങ് ടു ബ്ലഡ്, ഇനി വേറെ വരുന്ന അലർജി എന്താണ്? ബ്ലഡിൽ വരുന്ന അലർജിയാണ്. ഓഫ് കോഴ്സ് യു ഹാവ് ടു ഫോളോ. ഇതിൽ ഏതൊരു അലർജി ആണെങ്കിലും ഒരു നല്ല ഡയറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ് ഡയറ്റ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അലർജി കുറയാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ക്യാപ്സിക്കവും പൈനാപ്പിളുമാണ്. അപ്പോൾ പൈനാപ്പിളും ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സാലഡ് ഞാൻ എപ്പോഴും റെസിപ്പി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് കുട്ടികൾക്കാണ് കൂടുതലും ഞാൻ അത്തരത്തിൽ ഡയറ്റ് കൊടുക്കുന്നത്. അതിനകത്ത് കുറച്ച് ആപ്പിൾസും ഒക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ക്യാപ്സിക്കവും പൈനാപ്പിളും ഒക്കെ ആൻറ്റി അലർജിക്കാണ്. ഇനി ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് മഞ്ഞളിൻ്റെ കാര്യം. അലർജിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തേനിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾ ലയിപ്പിച്ച് എന്നും എടുക്കുന്നത് അലർജി കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത പ്രാക്ടീസ് വേപ്പിലയും മഞ്ഞളും കൊണ്ട് തന്നെയാണ്. വേപ്പില അരച്ച് എടുക്കുന്ന ഒരു ചെറിയ വേപ്പിലയുടെ ഉരുളയും മഞ്ഞൾ അരച്ചെടുത്ത് ചെറിയ ഉരുളയും നിങ്ങൾ എന്നും രാവിലെ ഒരു 10 ദിവസം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറ്റിലുള്ള അണുബാധയൊക്കെ മാറി നിങ്ങളുടെ ബ്ലഡൊക്കെ പ്യൂരിഫൈ ആയി നിങ്ങളുടെ ഈ ഒരു അലർജിയുടെ പ്രശ്നം
ഏറെക്കുറെ കുറഞ്ഞു കിട്ടും. ഇതൊരു ചെറിയ ബ്രേക്ക് എടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതിയാകും. അലർജി ഉള്ളവർ എന്തായാലും എടുത്തിരിക്കേണ്ട കുറച്ച് ഹെർബൽ ടീകളുണ്ട്. അതായത് ജിഞ്ചർ ടീ. അവർ ഓരോ ദിവസവും ഓരോ ടീ മാറ്റി മാറ്റി എടുക്കുക. അതിൽ ഒന്നാണ് ജിഞ്ചർ ടീ എന്ന് പറയുന്നത്. ജിഞ്ചർ ടീക്കകത്ത് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്, ജിഞ്ചറോളുണ്ട്. അപ്പോൾ ഈ ഒരു ജിഞ്ചർ ടീ നല്ലൊരു ഡീടോക്സിഫിക്കേഷനും അതുപോലെ തന്നെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിഞ്ചർ ടീ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടെർമറിക് ടീ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചമഞ്ഞൾ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ടെർമറിക് ടീ ഉണ്ടാക്കിയിട്ട് ടെർമറിക് ടീ കൃത്യമായിട്ട് എടുക്കുക. തുളസി ഇല തിളപ്പിച്ച വെള്ളം എടുക്കുക. നവര, തുളസി, അത് പനിക്കൂർക്കല എന്നൊക്കെ പറയും. അപ്പോൾ അത് രണ്ടും എടുക്കുക. ഇതെല്ലാം ഒരു ദിവസമല്ല, നിങ്ങൾ ആഴ്ചയിൽ പല ദിവസങ്ങളിൽ പല ഹെർബൽ ടീകൾ ഇത് ആൾട്ടർനേറ്റ് ആയിട്ട് ഓരോന്ന് ഓൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഹെർബൽ ടീകൾ എടുത്തുകൊണ്ടേയിരിക്കുക. നല്ല ഒരു മാറ്റം തന്നെ ഹെർബൽ ടീയും നിങ്ങളുടെ ഈ ഒരു അലർജിക്ക് കൊണ്ടുവരും. അലർജി ഉള്ള ആളുകൾ കൃത്യമായിട്ട് വൈറ്റമിൻ സി നിങ്ങളുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിനായിട്ട് സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ നല്ല അളവിൽ തന്നെ കഴിക്കണം. ഏറ്റവും കൂടുതൽ സിട്രസ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് ഗൂസ്ബെറിയിലാണ്. അപ്പോൾ ഗൂസ്ബെറി എന്ന് പറയുന്നത് നമ്മൾ നെല്ലിക്ക, വലിയ നെല്ലിക്ക, കയ്പുള്ള നെല്ലിക്ക. അപ്പോൾ അതിൻ്റെ ജ്യൂസ് അത് സാലഡിൽ അരിഞ്ഞിട്ട് കഴിക്കുക. അല്ലെങ്കിൽ അത് ചെറുതായിട്ട് വേവിച്ച് അതിനകത്ത് കരിപ്പട്ടിയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ലേഹ്യം പോലെയാക്കി കുപ്പിയിൽ വെച്ചാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊക്കെ ആ ഒരു നെല്ലിക്കയെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അലർജികൾ ഉണ്ടാവാനായിട്ട് ഒരു പ്രധാന കാരണമായിട്ട് ഡിസ്ബയോസിസ് വരുന്നുണ്ട്. അതായത് വയറ്റിലെ ബാക്ടീരിയകളുടെ അഭാവം, നല്ല ബാക്ടീരിയകളുടെ കുറവ് മൂലവും അലർജികൾ വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അലർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ബയോസിസിനെ പരിഹരിക്കാനായിട്ട് ഒന്നുകിൽ പ്രോബയോട്ടിക്കിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുക ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള തൈര് അല്ലെങ്കിൽ അലോവേറയും തേനും ചേർത്ത് തുല്യ അളവിൽ 7 ദിവസം വെച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഉപ്പിലിട്ടത് 7 ദിവസം വാം വാട്ടറിനകത്ത് ഇതുപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിനകത്ത് എന്തെങ്കിലും ക്യാരറ്റോ ബീട്രൂട്ടോ ഒക്കെ അടച്ചു വെച്ചതിന് ശേഷം തുറക്കുമ്പോൾ അതിനകത്ത് ഫെർമെൻ്റ് ആയിട്ട് നല്ല ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉപയോഗവും ഒക്കെ നിങ്ങൾക്ക് നല്ല ബാക്ടീരിയാസ് ഉണ്ടായിട്ട് ഡിസ്ബയോസിസിന് മാറ്റം വന്ന് ആ ഒരു അലർജി കുറച്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും കുറഞ്ഞു പോയാലും ഇത്തരത്തിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് കൂടുതൽ അലർജീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്നിനെയും പ്രതിരോധിക്കാൻ പറ്റാത്തത് ഒരു അലർജിയിലേക്ക് പോകാറുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി, ഇ, കെ, അതുപോലെ സി ഇതെല്ലാം കൃത്യം അളവിലുണ്ടോ എന്ന് വിലയിരുത്തുക. ഇനി അത് കൃത്യമായിട്ടില്ലെങ്കിൽ അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് എടുക്കുക. അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡായിട്ടുള്ള മത്സ്യം, മാംസം ഒക്കെ നല്ല രീതിയിൽ കഴിക്കുക. ഇനി ഇതൊക്കെ കഴിച്ചിട്ടും നിങ്ങൾക്കത് റിഫ്ലക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഫാറ്റ് എടുത്ത് നോക്കുക. വൈറ്റമിൻ ഡിയുടെ കൂടെ ഫാറ്റ് എടുത്താൽ പെട്ടെന്ന് അത് റിഫ്ലക്റ്റ് ആവും. അതും റിഫ്ലക്റ്റ് ആവുന്നില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സപ്ലിമെൻ്റ് എടുക്കുക. അബ്സോർപ്ഷന് കൂടി പ്രശ്നമുള്ളത് കൊണ്ടാണ് അത് റിഫ്ലക്റ്റ് ആവാത്തത്. അപ്പോൾ കൃത്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. മിനറൽസ് ആയിട്ടുള്ള സിങ്ക്, മഗ്നീഷ്യം ഒക്കെ കുറവുള്ളത് സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മഗ്നീഷ്യം കുറയുന്നതും. അപ്പോൾ ഈ മിനറൽസ്, ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഇതെല്ലാം കൃത്യമായിട്ട് അളവിൽ ഉണ്ടെന്ന് ഇത്തരത്തിൽ അലർജി ഫേസ് ചെയ്യുന്നവർ മനസ്സിലാക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സപ്ലിമെൻ്റ് എടുത്ത് ആ ഒരു പ്രശ്നം പരിഹരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കി റെമഡീസ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു അലർജിയുടെ പ്രശ്നം ഇതെല്ലാം ചെയ്യണം എന്നല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോന്നിനകത്തും ഇപ്പോൾ ഫുഡിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ട്രീറ്റ്മെൻറ്റിനകത്ത്, റെമഡിക്കകത്ത് അതിൽ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് ഏതാണോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് അത് കൃത്യമായിട്ട് ഒരു 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നോക്കുക. ഇതുകൂടാതെ എഫക്റ്റീവായിട്ടുള്ള ഒരു നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റും അലർജിയെ കൺട്രോൾ ചെയ്യാനുള്ളത് അക്യുപ്രഷറിൻ്റെ കുറച്ച് പോയിന്റ്സും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ കൊച്ചു കുട്ടികൾ വരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഹോട്ട് ആം ആൻഡ് ഫുഡ് ബാത്ത് എന്നാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് പറയുന്നത്. ഹോട്ട് ടെമ്പറേച്ചറിലുള്ള ഒരുവിധം മോർ ദാൻ 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, ഹോട്ടായിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള വാട്ടർ നമ്മൾ കൈ മുട്ട് വരെയും അതുപോലെ തന്നെ കാല് കണങ്കാല് വരെയും ഡിപ്പ് ചെയ്ത് ഒരേ സമയം, അപ്പോൾ മുകളിലത്തേക്ക് ഒരു ടേബിളിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ബേസിൻ
ബേസിൻ വെക്കാം, താഴത്തേക്ക് ഒരു ബക്കറ്റ് എടുക്കാം, ഒരു 20 മിനിറ്റ്സ് ഇരിക്കുക. ഈ ഒരു സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം മുഴുവനും ഒരു സ്റ്റീം ബാത്ത് എടുത്ത പോലെ വിയർക്കും. അതുപോലെ തന്നെ ഈ ഒരു കൈയുടെ എൻഡിങ്ങും ഈ ഒരു കാലിൻ്റെ എൻഡിങ്ങും എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുള്ള ബ്ലഡ് സപ്ലൈയും നെർവ് സപ്ലൈയും വന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഒരു 20 മിനിറ്റ്സ് ഇതുപോലെ മുക്കി വെച്ചിരിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ശരീരം ഒന്ന് എക്സൈറ്റ് ആവും, മൊത്തത്തിലൊന്ന് എക്സൈറ്റ് ആവും. അവസാനം ശരീരം മൊത്തത്തിലൊന്ന് റിലാക്സ് ആവും. ഈ ഒരു എക്സൈറ്റേഷനും റിലാക്സേഷനും കണ്ടിന്യൂസ് ആയി ഒരു 10 ദിവസം നിങ്ങളുടെ ബോഡിക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ശരീരം മൊത്തത്തിൽ ഒന്ന് ഇംപ്രൂവൈസ് ആയി ഇമ്മ്യൂണിറ്റി കൂടുന്ന ഒരവസ്ഥയിലേക്ക് വരും. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഈ ഒരു നല്ല മാറ്റം ഫീൽ ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ലങ്സിലേക്കുള്ള മിക്ക ബ്ലഡ് സപ്ലൈയും ഈ ഒരു ഭാഗത്താണ്. ഹെഡിൻ്റെ ഭാഗത്തുള്ള എല്ലാ ബ്ലഡ് സപ്ലൈയും ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു രക്തയോട്ടം കൂടുന്നത് അവിടത്തേക്ക് ഹെൽത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹോട്ട് ആമണ്ട് ഫുഡ് ബാത്ത് നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടാവില്ല ഇതുവരെയായിട്ടും, ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. ഇതിനൊരു പ്രായപരിധിയൊന്നുമില്ല. ഇനി അടുത്തത് അക്യു പോയിൻറ്റ്സ് ആണ്. അതായത് ചൈനീസ് മെഡിസിൻ ആയിട്ടുള്ള അക്യു പങ്ക്ചറിനകത്ത് വരുന്ന പോയിൻറ്റ്സിനകത്ത് പ്രഷർ കൊടുക്കുന്ന രീതിയാണ്. ഇപ്പോൾ പങ്ക്ചർ ചെയ്യാനായിട്ട്, ഇപ്പം കുത്താനായിട്ട് നിങ്ങൾക്ക് കഴിയണം എന്നില്ല. എന്നാൽ ഇത്തരത്തിൽ അലർജി ഉള്ള ആളുകൾ നമ്മുടെ മർമ്മങ്ങളായിട്ടുള്ള ഫേസിൽ ഈ ഒരു പോയിൻറ്റ്, അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഈ ഒരു പോയിൻറ്റ്, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഡ്രൈനിങ് കൂടി ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രൈനിങ് കൂടി ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു ഫേസ് സൈനസിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഫേസ് യോഗയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡ്രൈൻ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ ആ തരത്തിലുള്ള ഡ്രൈനിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പോയിൻറ്റ്സിൽ ഈ പോയിൻറ്റ് അതുപോലെ ഈ പോയിൻറ്റ് ഇത്രയും പോയിൻറ്റ്സിൽ പ്രഷറും കൊടുക്കുന്നത് മൂലം എവറി ഡേ രാത്രി, ഇത് നിങ്ങൾ ഒരു ദിവസമല്ല ചെയ്യേണ്ടത്. ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവും. നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ, എപ്പോഴും തലവേദന വരാറുണ്ട്, എപ്പോഴും തലക്കനം തോന്നുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പോയിൻറ്റ്സിൽ മസാജ് ചെയ്തതിന് ശേഷം ഒരു 7 ദിവസം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ക്രമേണ ഈ ഒരു വരുന്ന ഹെഡേക്ക് വരുന്നതിൻ്റെ അറ്റാക്സ് കുറയും, തുമ്മുന്നതിൻ്റെ അറ്റാക്സും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, അതായത് സ്റ്റീം എടുക്കുന്ന രീതി, അതിനകത്ത് ആഡ് ചെയ്യുന്നത്, പിന്നെ ഫുഡിനകത്ത് റെമഡി ആയിട്ട് വേപ്പിൻ്റെ ഉരുള, അതുപോലെ തന്നെ മഞ്ഞൾ, പ്രൊബയോട്ടിക് എടുക്കുന്ന കാര്യം, യോഗയിലെ ക്രിയകൾ ചെയ്യുന്നത്, ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏതാണോ കൂടുതലായിട്ടും ചെയ്യാൻ കഴിയുന്നത് അത് സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് ഒരു പീരീഡ്, ഇപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 14 ദിവസം കൃത്യമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഡയറ്റും, ഞാൻ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് ഇൻക്ലൂഡ് ചെയ്യുക. ഹെർബൽ ടീ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കുടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ പ്രൊബയോട്ടിക് കൂടി ഉൾപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അബ്സോർപ്ഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം ഒരു സപ്ലിമെൻറ്റ് കൂടി ഒന്ന് എടുത്തു നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൂർണ്ണമായിട്ടും നിങ്ങളുടെ അലർജിക്ക് നല്ല മാറ്റം തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓഫ്ലൈൻ കൺസൾട്ടേഷനും ഓൺലൈൻ കൺസൾട്ടേഷനും ഇൻ പേഷ്യൻറ്റ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.